മനുഷ്യൻ എന്ന് പറയുന്നത് ലോകത്ത് ഒരു മനുഷ്യ സാധ്യത മാത്രമാണ്. അതാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. മനുഷ്യൻ ലോകത്ത് മനുഷ്യനായി ജനിക്കുന്നത് കൊണ്ട് മാത്രം ലോകത്ത് യഥാർത്ഥ മനുഷ്യരായി ആരും ജീവിക്കുന്നില്ല എന്നുള്ളതിന് നാം ജീവിക്കുന്ന കാലം സാക്ഷിയാണ്. മനുഷ്യനായി പിറന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ലോകത്താരും മനുഷ്യനായി ജീവിക്കുന്നില്ല എന്നുള്ളതിന് കാലം സാക്ഷിയാണ്. പക്ഷെ മൃഗമായി പിറന്നവരെല്ലാം മൃഗമായി തന്നെ അന്നും ഇന്നും എന്നും ജീവിക്കുന്നുണ്ട് എന്നുള്ളതിനും കാലം സാക്ഷിയാണ്. മൃഗമായി പിറന്ന ഒരാനയും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഏത് ജീവിയും, സിംഹവും പുലിയും ഒന്നും അതിൻ്റെതായ ശുദ്ധ പ്രകൃതിയിൽ നിന്ന്, അതിന്റെ പ്രകൃതിയിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെയാണ് ഈ ഇക്കാലം അത്രയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാലം അത്രയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പുരോഗതി അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായി പറയാൻ മനുഷ്യൻ പുരോഗമിച്ചു. അവൻ ചക്രത്തിന്റെ കണ്ടുപിടുത്തവും അതുപോലെ ഒരുപാട് വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളുടെ തോളിലേറി മനുഷ്യൻ പുരോഗമിച്ചു പുരോഗതിയുടെ പരമസാധ്യതകൾ പ്രാപിച്ചു. പക്ഷേ അവിടെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ യുക്തിവാദം പറയുന്നത് പോലെ ഇത് സാമൂഹ്യ ജീവിതത്തോട് ഇടപഴകി ജീവിക്കുമ്പോൾ ജീവികൾക്ക് വരുന്ന മാറ്റത്തിന്റെ മാത്രം കാര്യമാണിത് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, മൃഗങ്ങൾക്ക് ആ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, അനുകൂല സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി പുരോഗതിയുടെ പടവുകൾ ചവിട്ടിക്കയറാൻ മൃഗങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? വലിയ ചോദ്യമാണ്. അത് കഴിയുന്നില്ല. അവരിന്നും എന്നാണോ, എവിടെയാണോ, എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ തന്നെ മൃഗസമൂഹം നിലനിൽക്കുകയാണ്. പക്ഷേ അത് വലിയൊരു പ്ലസ്സായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുരോഗമിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു വലിയ പ്ലസ്സായി നമ്മൾ പറയുമ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പരിമിതി കൂടിയാണ് എന്ന തിരിച്ചറിവിന്റെ ഒരു നാന്ദിയായി ഇന്നത്തെ ഈ വൈകുന്നേരത്തെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ മാറേണ്ടതും. അത് വലിയൊരു പരിമിതി കൂടിയാണ്. ഞാൻ വളരെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വായിച്ചറിഞ്ഞ അറിവുകളിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു ഫാരിസ് ഇവിടെ സംസാരിക്കാൻ പോകുന്നതിന്റെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ അധ്യക്ഷ ഭാഷണം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു കുളത്തിന്റെ കടവിൽ, ഒരു കുളക്കടവിൽ നമ്മളൊരു താറാവ് കുഞ്ഞിനെ വെക്കുന്നു, ഒരു താറാവിന്റെ കുഞ്ഞിനെ വെക്കുന്നു, അതുപോലെ ഒരു കഴുത കുഞ്ഞിനെയും വെക്കുന്നു, അതുപോലെ തന്നെ ഒരു മനുഷ്യ കുഞ്ഞിനെയും വെക്കുന്നു. ഒരു കുളക്കടവിൽ ഒരു താറാവ് കുഞ്ഞിനെ വെക്കുന്നു, ഒരു കഴുത കുഞ്ഞിനെ വെക്കുന്നു, അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ കുഞ്ഞിനെയും വെക്കുന്നു. മുട്ടിലിടയുന്ന ഒരു മനുഷ്യ കുഞ്ഞിനെയും നമ്മൾ വെക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുക? ഞാൻ പറഞ്ഞു മനുഷ്യന്റെ ഈ പുരോഗതിയുടെ സാധ്യതകൾ അവന്റെ വലിയ സാധ്യതകളായി നിലനിൽക്കുമ്പോഴും അത് വലിയൊരു പരിമിതി കൂടിയാണ് എന്ന് പറയാനുള്ള ഒരു ഉദാഹരണം മാത്രം പറയാനാണ് ഞാനത് പറയാം. എന്താ സംഭവിക്കുക? താറാവ് കുഞ്ഞും കഴുത കുഞ്ഞും അതുപോലെ മനുഷ്യ കുഞ്ഞും കുളക്കരയിൽ ഇരുന്നാൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? നിങ്ങളൊന്ന് പറയോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറയോ? താറാവ് കുഞ്ഞ് എന്ത് ചെയ്യും? താറാവ് കുഞ്ഞ് ആ കുളത്തിലേക്ക് ഇറങ്ങുകയും അതിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അത് നീന്തുകയും ചെയ്യും. താറാവ് കുഞ്ഞാണ്. അതിനെവിടെ നിന്നാണ് ആ പഠനം ലഭിച്ചത്? അതിനെവിടെ നിന്നാണ് ആ നോളജ് ലഭിച്ചത്? അതിനെവിടെ നിന്നാണ് ആ വിവരം ലഭിച്ചത്? ജന്മസിദ്ധമായി തന്നെ ജനിച്ചപ്പോൾ തന്നെ താറാവ് കുഞ്ഞിന് ആ വിവരം നൽകപ്പെട്ടിരിക്കുന്നു. ഇത് നീന്താൻ കഴിയും, കുളത്തിലിറങ്ങിയാൽ വെള്ളത്തിൽ നീന്താനുള്ള സിദ്ധിയാൽ ഞാൻ അനുഗ്രഹീതനാണ് എന്ന് ജന്മസിദ്ധമായി തന്നെ താറാവ് കുഞ്ഞിനറിയാം. കഴുതക്കുഞ്ഞിന്റെ കഴുതക്കുഞ്ഞിന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുക? കഴുതക്കുഞ്ഞ് വെള്ളം കാണുമ്പോ തിരിച്ചു നടക്കും. വെള്ളം കാണുമ്പോ തിരിച്ചു നടക്കും. കഴുതക്കുഞ്ഞിന് ജന്മസിദ്ധമായി തന്നെ നൽകപ്പെട്ടിരിക്കുന്നു, വെള്ളത്തിൽ ഞാൻ ഇറങ്ങി ചാടിയാൽ എനിക്ക് നീന്താൻ കഴിയില്ലെന്നും ഞാൻ ചത്തുപോകുമെന്നുള്ള വിവരം കഴുതക്കുഞ്ഞിന് നൽകപ്പെട്ടിരിക്കും. പക്ഷെ ഈ മുട്ടിലിടിയുന്ന മനുഷ്യക്കുഞ്ഞിന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുക? അവൻ ആ വെള്ളത്തിൽ ചാടുകയും ചെയ്യും, ചാടി മുങ്ങി മരിക്കുകയും ചെയ്യും. അപ്പൊ കഴുതക്കുഞ്ഞിന് നൽകപ്പെട്ടിട്ടുള്ള, താറാവിന്റെ കുഞ്ഞിന് നൽകപ്പെട്ടിട്ടുള്ള ഈ ജന്മസിദ്ധമായ വിവരം പോലും ഇല്ലാത്തവരാണ് മനുഷ്യൻ. ആ ഒരു വലിയ പരിമിതിയും നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യ പൗർണമി എന്ന വിഷയം കിടക്കുന്നത്. ജന്മസിദ്ധമായി ലോകത്തുള്ള മുഴുവൻ ജീവികൾക്കും ഈ വിവരം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജന്മസിദ്ധമായി മനുഷ്യന് പൂർണ്ണ വിവരം നൽകപ്പെട്ടിട്ടില്ല. അതിന് ആകാശത്ത് നിന്നൊരു ദിവ്യ വെളിച്ചം ആവശ്യമാണ് എന്ന ബോധ്യമാണ് നമുക്കത് കൈമാറുക. ആകാശത്ത് നിന്നൊരു ദിവ്യ വെളിച്ചം. ലോകത്ത് ഒരുപാട് വെളിച്ചങ്ങൾ, ഒരുപാട് വിവരങ്ങൾ നൽകപ്പെടുമെങ്കിലും ആകാശത്ത് നിന്ന് തന്നെ, അവനെ പടച്ച അവന്റെ ക്രിയേറ്ററിൽ നിന്ന് തന്നെ, അവനെ പടച്ച അവന്റെ സൃഷ്ടാവിൽ നിന്ന് തന്നെ, അവനെ പടച്ച അവന്റെ പടച്ചവനിൽ നിന്ന് തന്നെ. ആരാണ് പടച്ചവൻ? വൺഹു പടച്ചു, ഹീസ് പടച്ചവൻ. ആരാണോ പടച്ചത് അവനാണ് പടച്ചവൻ. ആ പടച്ചവനിൽ നിന്ന് തന്നെ ദിവ്യ വെളിച്ചം സുസാധ്യമായാൽ മാത്രമേ വിവരത്തോടുകൂടി മനുഷ്യ ജീവിതങ്ങൾക്ക് ഇവിടെ സുസാധ്യമായ ഒരു
അതിജീവനമുള്ളൂ എന്ന തിരിച്ചറിവിലാണ് പ്രവാചകൻ 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർ. ആ പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിവരങ്ങളാണ് നൽകപ്പെട്ടത്. തിരുനബിയിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ അതാണ്. ആ വിവരങ്ങളെ നാം കൂടുതൽ ശാഖാപരമായി സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ സാങ്കേതികമായി സമീപിക്കുമ്പോൾ നമുക്ക് അത്രമേൽ ചിലപ്പോൾ ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതാണ് വിവരം, അതാണ് റസൂൽ തന്ന വിവരം. മനുഷ്യന് ഉറപ്പായും വേണ്ട ആകാശ ലോകത്തു നിന്നുള്ള വിവരങ്ങളുടെ അതിന്റെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറായി വർത്തിച്ച മഹാമനുഷ്യൻ. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് മലയാളത്തിന്റെ മഹാനായ കവി വള്ളത്തോൾ നാരായണ മേനോൻ പറഞ്ഞത്, പെരുത്തു നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാം ഉലകത്തിലീശ്വരൻ ഒരുറ്റ വൃക്ഷത്തെ നടുന്നു പാന്ധരായി വരുന്നവർക്ക് ഉത്തമ വിശ്രമത്തിലായി എന്നാണ് വള്ളത്തോൾ പറഞ്ഞത്. ആ വള്ളത്തോളത്തിന്റെ മതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമായി നിൽക്കുന്നവൻ എന്ന് പറയുമ്പോൾ, വള്ളത്തോളിന്റെ കാലം കഴിഞ്ഞൊരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇവിടെ ഇരുന്ന് നബിയെ തെറി പറയുന്നവർക്ക് ഇത് അറിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വള്ളത്തോൾ പറഞ്ഞു വെച്ചു, പെരുത്തു നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാം ഉലകത്തിൽ ഈശ്വരൻ ഒരുറ്റ വൃക്ഷത്തെ നടുന്നു പാന്ധരായി വരുന്നവർക്ക് ഉത്തമ വിശ്രമത്തിനായി എന്ന് വള്ളത്തോൾ തിരിച്ചറിഞ്ഞു മലയാളത്തിന്റെ മണ്ണിൽ. അങ്ങനെ എത്രയെത്ര തിരിച്ചറിവുകൾ. ആ വള്ളത്തോൾ തന്നെ പുതിയ കാലത്തിന്റെ നവനാസ്തികരോടും നിരീശ്വരവാദികളോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതല്ല തെറ്റെന്ത് നബിക്ക് ജീവനാമൃതം മൃതർക്കായി കൊണ്ടുവന്നതോ, മതസ്ഥിതൻ നിന്നോട് ദിവ്യമൂർത്തിതൻ സ്വതന്ത്ര സന്ദേശം ഉരച്ചിടുന്നതോ എന്ന് ചോദിച്ചതും വള്ളത്തോളാണ്. എന്താ ഈ നബി ചെയ്ത തെറ്റ്? ഇമാതിരി തെറി പറയാൻ ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മുഴുവൻ കിടന്നുകൊണ്ട് നബിയെ ഇങ്ങനെ പരിഹസിക്കാൻ എന്താ ഈ നബി ചെയ്ത തെറ്റ്? അതല്ല തെറ്റെന്ത് നബിക്ക് ജീവനാമൃതം മൃതർക്കായി കൊണ്ടുവന്നതോ. ജീവനാമൃതം, മൃതർ എന്ന് പറഞ്ഞാൽ മനുഷ്യർ. ഈ ഇഹലോകത്ത് മനുഷ്യന് ജീവനാമൃതം സുസാധ്യമാക്കിയതാണോ ആ നബി ചെയ്ത തെറ്റ് എന്ന് തിരിച്ചറിവുള്ളവർ ചോദിച്ചത് മനുഷ്യരാശിക്ക് തീർച്ചയായും അവന്റെ അതിജീവനത്തിന് ആകാശ ലോകത്ത് നിന്നുള്ള വെളിച്ചം അത്യാവശ്യമാണ് എന്ന ബോധ്യം അവരെയും നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിവരമുള്ളവർ എല്ലാം പ്രകീർത്തിച്ച, വിവരമില്ലാത്തവർ എല്ലാം വിമർശിക്കാൻ മത്സരിച്ച ഒരു നബിയെ കുറിച്ചാണ് ഇന്നത്തെ ഈ വൈകുന്നേരത്തിന്റെ ഈ സമ്മോഹനമായ സായാഹ്നത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്.